മധ്യപ്രദേശിലെ ദേവാസ് ജില്ലയിൽ നടന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകം, പ്രണയം, വിശ്വാസം, വഞ്ചന തുടർന്നുണ്ടായ ക്രൂരത എന്നിവയുടെ ഭീകരമായ ചിത്രമാണ് സമൂഹത്തിന് മുന്നിൽ വരച്ചു കാട്ടുന്നത്. ലക്ഷിത ചൗധരി എന്ന 22 വയസ്സുള്ള യുവതിയുടെ കൊല വ്യക്തിബന്ധങ്ങളിലെ അപകടകരമായ പ്രവണതകളെയും കുറ്റകൃത്യങ്ങൾ ഒളിപ്പിക്കാൻ പ്രതികൾ പ്രകടിപ്പിക്കുന്ന തണുപ്പൻ മനസ്ഥിതിയെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. സെപ്റ്റംബർ 29-നാണ് ലക്ഷിത ചൗധരിയെ കാണാതാകുന്നത്. കോളേജിലേക്ക് പോയ മകൾ തിരികെ എത്താത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിന് പരാതി നൽകി. ഒരു സാധാരണ മിസ്സിംഗ് കേസ് എന്ന നിലയിൽ ആരംഭിച്ച അന്വേഷണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ഞെട്ടിച്ചൊരു കൊലപാതകമായി മാറുകയായിരുന്നു. കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ, സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിലെ വഴിത്തിരിവായത്. ഈ അന്വേഷണത്തിനാണ് ലക്ഷിതയ്ക്ക് മനോജ് ചൗഹാൻ എന്ന വ്യക്തിയുമായി അടുപ്പമുണ്ടായതായി വ്യക്തമായത്. ഒരു വർഷത്തിലേറെയായി ഇവർ പ്രണയത്തിലായിരുന്നുവെന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത്. ഈ വിവരം ലഭിച്ചതോടെ കുടുംബം മനോജിനെ സംശയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് മനോജ് ചൗഹാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയത്. ദുർഗന്ധത്തെ തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിലെ വീപ്പയ്ക്കുള്ളിൽ നിന്ന് ലക്ഷിതയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയ രീതി കൊലപാതകത്തിന്റെ ക്രൂരത വിളിച്ചോതുന്നതായിരുന്നു. കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ ഒരു വീപ്പയിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന നിലയിലായിരുന്നു ലക്ഷിതയുടെ മൃതദേഹം. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഒരു പുതപ്പിട്ട് മൂടി ഇയാൾ സ്ഥലം വിടുകയായിരുന്നു. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം ഉണ്ടായിരുന്നതിനാൽ അഴുകിയ നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഗർഭനൃത്തത്തിനുള്ള വസ്ത്രം ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് വെളിപ്പെടുത്തി. ഇത് ഒരുപക്ഷെ ഏതെങ്കിലും ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇരുവരും കണ്ടുമുട്ടിയ സമയത്താകാം കൊലപാതകം നടന്നതെന്ന സംശയം ബലപ്പെടുത്തുന്നു. പ്രതിയായ മനോജ് ചൗഹാന്റെ മൊഴി പ്രകാരം കൊലപാതകത്തിന് കാരണം സംശയമാണ്. ലക്ഷിതയ്ക്ക് മറ്റേതോ യുവാവുമായി ബന്ധമുണ്ടെന്ന് മനോജ് സംശയിച്ചിരുന്നു. ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന പ്രണയബന്ധം വിശ്വാസക്കുറവിന്റെ പേരിലാണ് ഇത്തരം ഒരു ക്രൂരമായ അന്ത്യത്തിലേക്ക് എത്തിച്ചതെന്നാണ് കേസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പ്രണയബന്ധങ്ങളിലെ സംശയം പലപ്പോഴും വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറുന്നു. കൊലപാതകം നടത്തിയ ശേഷം ഉടൻ തന്നെ പ്രതി സ്ഥലം വിട്ടു. എന്നാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനും പോലീസിനെയും ലക്ഷിതയുടെ വീട്ടുകാരെയും കബളിപ്പിക്കാനും ഇയാൾ ശ്രമങ്ങൾ നടത്തി. താനും ലക്ഷിതയും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെന്നും തങ്ങൾ ഒരു യാത്രയിലാണെന്ന് സൂചിപ്പിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ പ്രതി അയച്ചു. ഈ സന്ദേശങ്ങൾ കേസിന്റെ ആദ്യഘട്ടത്തിൽ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും പ്രതിയുടെ നാടകീയമായ നിലപാടാണ് പിന്നീട് കേസിൽ നിർണായകമായത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലക്ഷിതയെ താൻ കൊലപ്പെടുത്തി എന്ന് പ്രതി തന്നെ പെൺകുട്ടിയുടെ ബന്ധുക്കളെ അറിയിച്ചു. മൃതദേഹം വാടക വീട്ടിലുണ്ടെന്നും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഈ സന്ദേശത്തിന് പിന്നാലെ ഇയാൾ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. ഈ കുറ്റസമ്മതവും കീഴടങ്ങലും പ്രതിയുടെ മാനസികാവസ്ഥയുടെ സങ്കീർണതയാണ് സൂചിപ്പിക്കുന്നത്. പ്രതിയുടെ മൊഴി അനുസരിച്ച് പോലീസ് വാടക വീട്ടിൽ പരിശോധന നടത്തിയതോടെയാണ് അഴുകിയ മൃതദേഹം കണ്ടെത്തിയതും. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഒക്ടോബർ 8 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ലക്ഷിതയുടെ കൊലപാതകം നിരവധി സാമൂഹിക വിഷയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. പ്രണയബന്ധങ്ങളിലെ സംശയവും പങ്കാളിയെ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവായി കാണുന്ന പ്രവണതയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രധാന കാരണമാകുന്നു. എനിക്കില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്ന മനോഭാവം യുവതലമുറയിൽ വർദ്ധിക്കുന്നത് വലിയ അപകടമാണ്. മൃതദേഹം ഒളിപ്പിക്കാൻ പ്രതികൾ വീപ്പകൾ, സിമന്റ് മിശ്രിതം എന്നിവ ഉപയോഗിച്ച രീതി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കുന്നു എന്നതും ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മീററ്റിലും അൽവാറിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും തെളിവുകൾ നശിപ്പിക്കുന്നതിലും പ്രതികൾ കാണിക്കുന്ന അതിക്രൂരമായ മനോഭാവത്തെയാണ് വ്യക്തമാക്കുന്നത്. കൊലപാതക ശേഷം പ്രതി വ്യാജ സന്ദേശങ്ങൾ അയച്ച് കേസ് വഴിതെറ്റിക്കാൻ ശ്രമിച്ചത് കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ സാങ്കേതികവിദ്യ എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ലക്ഷിത ചൗധരിയുടെ ദാരുണമായ അന്ത്യം വ്യക്തിബന്ധങ്ങളിലെ ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കേണ്ടതിന്റെയും മാനസികമായി തകർന്ന വ്യക്തികളെ തിരിച്ചറിയേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. നിയമപരമായ ശിക്ഷകൾക്കപ്പുറം ഇത്തരം മാനസിക അവസ്ഥകൾക്ക് പിന്നിലെ സാമൂഹിക കുടുംബപരമായ കാരണങ്ങൾ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തിഗത, കുടുംബ, സാമൂഹിക തലങ്ങളിൽ ബഹുമുഖമായ പ്രതിരോധ നടപടികളും ആവശ്യമാണ്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ റിലേഷൻഷിപ്പ് ഹെൽത്ത് എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസം നൽകണം. സംശയം, അമിതമായ അവകാശവാദം, വൈകാരികമായ ദുരുപയോഗം എന്നിവയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കണം. മക്കൾ പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയാൻ സഹായിക്കുകയും വൈകാരിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക. അയൽവാസികളും സുഹൃത്തുക്കളും അസാധാരണമായ പെരുമാറ്റങ്ങളോ ദുർഗന്ധമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കുകയും വേണം. ദുരൂഹതകൾ മറച്ചുവെക്കാതെ ഇടപെടാനുള്ള സാമൂഹിക ഉത്തരവാദിത്തം ഓരോ പൗരനുമുണ്ട്. ഇത്തരം കേസുകളിൽ പ്രതിയെ വേഗത്തിൽ പിടികൂടുകയും നീതിയുക്തവും സമയബന്ധിതമായ വിചാരണ ഉറപ്പാക്കുകയും ചെയ്യുന്നത് കുറ്റവാളികളിൽ ഭയം ജനിപ്പിക്കാനും നിയമത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും.